ഇപ്പൊ പിന്നെ വൈകുന്നേരങ്ങളിൽ ദേ ഇതുപോലെ നല്ല പൊരിഞ്ഞ മഴ കേട്ടോ. നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ മഴയത്തുനിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് റമദാൻ വ്ലോഗ് ഡേ 4 ആണ്. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സോയിക്കുട്ടിയും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടതാണ്. ഇതിലൂടെയൊക്കെ ഒന്ന് നടന്നില്ല ഒരു സമാധാനം ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ വരാലോ. നേരെ കിച്ചണിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ ദേ ഇതുപോലെ ഫോണൊക്കെ എടുത്ത് ഇതിലൂടെ നടക്കുന്നതാണ് കേട്ടോ. ഇന്നത്തേത് കുറച്ച് ചെടി വിശേഷങ്ങളും കൂടെ ആയാലോ. കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ മഴ കിട്ടുന്ന കാരണം ഇപ്പം 3-4 ദിവസമായിട്ട് വെള്ളമൊഴിക്കലൊന്നുമില്ല. ഈ ബോൾസം ചെടി തനിയേ ഇവിടെ വിത്തൊക്കെ ചാടി പുതിയൊരു കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ കളർ. ഇപ്പോഴാണ് നിറയെ ഇതിനകത്ത് പൂക്കളൊക്കെ ഒന്നും ഉണ്ടാവുന്നത്. ഇതുപോലെ വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നല്ല രസമാണ്. അപ്പോൾ 10 മണി ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. പൂക്കളൊക്കെ ആവുന്നതേ ഉള്ളൂ കേട്ടോ. നട്ടിട്ട് ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയതേ ഉള്ളൂ. ഇനിയും കുറേ ബോട്ടിലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ. നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ബോട്ടിലാണ്. ബോട്ടിൽ ഓരോന്ന് കാലിയാവുന്നതിനനുസരിച്ച് അവിടെ നിന്ന് കൊണ്ടുവരും. ഞങ്ങൾ രണ്ടാളും കൂടെ ഇരുന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് മണ്ണൊക്കെ നിറച്ച് അതിൽ ചെടികളൊക്കെയാണ് ഓരോരോ പുതിയ പണികളെ. അപ്പോൾ അങ്ങനെ വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടാത്ത ആരല്ലേ ഉള്ളേ. നമ്മളിതൊക്കെ അങ്ങോട്ട് ചെയ്യുന്നത്. നല്ലൊരു ബ്ലാക്കും യെല്ലോ കോമ്പിനേഷനിൽ വരുന്നതുകൊണ്ട് തന്നെ ബോട്ടിലാണ് നല്ല ഭംഗിയാണല്ലോ. എന്തൊക്കെയോ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള ക്രീമുകളും കാര്യങ്ങളൊക്കെ വരുന്ന ബോട്ടിലെങ്ങാണ്ടാണ്. എന്തേലും ആവട്ടെ, എന്തായാലും നമ്മളത് റെഡിയാക്കി ചെടിയൊക്കെ നട്ട് സെറ്റാക്കി എടുത്തു. വരുന്ന വീഡിയോകളിലൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ 1-2 പറഞ്ഞു തന്നതിൻ്റെ സമയം പോവില്ലേ. നേരെ കിച്ചണിലോട്ട് ചെന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നോമ്പറക്കാനൊക്കെ നമുക്ക് ഉണ്ടാക്കണമല്ലോ. കുറച്ച് ഡേയ്സായി ഈ പഴം ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ എപ്പോഴും മറന്നു പോട്ടോ. അതുകൊണ്ടൊന്നും മറക്കാതിരിക്കാൻ വേണ്ടി മുന്നേ തന്നെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കാനൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഉമ്മിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ. വീട്ടിലുണ്ടായ പന്നീർച്ചാമ്പയാണ്. ഇതെന്തായാലും പഴുത്തിട്ട് തിന്നാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം അതിന് മുന്നേ തന്നെ ഉമ്മച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പം പറിച്ചുകൊണ്ട് വന്നാണ്. രാത്രി എന്തൊക്കെയോ ജീവികൾ വന്ന് അത് ഫുള്ള് ഇങ്ങനെ നിലത്തോട്ട് ചാടിച്ചിടുക കേട്ടോ. അതുകൊണ്ട് ഒന്നും തന്നെ നല്ലപോലെ പഴുത്ത് നന്നായിട്ട് കിട്ടാൻ നമുക്ക് ചാൻസ് കുറവാണ്. അപ്പം അതിൽ മുന്നേ പറിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല അല്ലേന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരാൻ നേരത്ത് കുറച്ച് എടുത്തുകൊണ്ട് വന്നാണ്. പിന്നത്തെ സ്പെഷ്യലായിട്ട് എന്താണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഈ പഴത്തിനെ നമുക്കൊന്ന് പൊരിച്ച് സെറ്റാക്കി നല്ലൊരു അടിപൊളി പഴംപൊരിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലപോലെ ചെറിയ പീസൊക്കെ ആയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലൊക്കെ എടുത്ത് ഞാൻ മൊത്തത്തിലൊന്ന് അരിച്ചെടുത്ത് അതൊന്ന് തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കും. അതിന് ശേഷം വേറെ ബോട്ടിലാക്കി അത് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ യൂസ് ആക്കലാട്ടോ പതിവ്. അപ്പോൾ അങ്ങനെ ഇതേ തിളപ്പിക്കാൻ പാലൊക്കെ വെച്ചിട്ടുണ്ട്. പഴമൊക്കെ നല്ല ക്ലീനായിട്ട് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ സെറ്റാക്കി എടുക്കണം. എന്തായാലും നല്ല പഴുത്ത പഴമാണ് കേട്ടോ. അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല പഴുത്ത പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുവാണെങ്കിൽ എന്തായാലും ടേസ്റ്റ്. ഇന്നിപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേ പൊടിയൊക്കെ റെഡിയാക്കി വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. പാലൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. പഴംപൊരിക്കുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഇതേ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടിയിലോട്ട് കുറച്ച് ഒരു സ്പൂൺ അരിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ഒരു സ്വല്പം ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അവിടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പത്തിരിയൊക്കെ അതേ റെഡിയാക്കി പെട്ടെന്നൊക്കെ മാറ്റിക്കുകയാണെങ്കിൽ ആ പണിയൊക്കെ കഴിഞ്ഞല്ലോ. കാസറോളെടുത്ത് അടച്ചു വെച്ചാൽ മതിയല്ലോ എന്ന് കരുതി ഞാൻ ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് തന്നെ പത്തിരിയൊക്കെ ചുട്ടെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പത്തിരിയും ബീഫും തേങ്ങാപ്പാലും അത് അത്രയും റെഡിയാക്കണമല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ബീഫ് മുന്നേ തന്നെ എടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് സവാളയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൂടെ തന്നെ അതും റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ലാസ്റ്റത്തെ പത്തിരി അതും കൂടെ കസറോളിട്ട് അങ്ങനെ അടച്ച് മാറ്റി ടേബിളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കറി വെക്കണം. അതിനുവേണ്ടി ഞാൻ നിറയെ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് പത്തിരിക്കുള്ള ബീഫ് കറി കുറച്ച് ചാറൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വറ്റിച്ചൊക്കെ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. അപ്പോൾ ഇതേ പഴംപൊരിക്കുള്ള ബാറ്ററൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോന്ന് റെഡിയാക്കി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയുടെ എന്തോ ചിറ്റ്ചാറ്റ് വീഡിയോ തോന്നുന്നു എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഫോണിൽ അങ്ങനെ വെക്കലുണ്ട് കേട്ടോ പതിവ്. ന്യൂസാണ് മിക്കപ്പോഴും വെക്കാറ്. ഇന്നിപ്പോൾ ഞാൻ ആ വീഡിയോ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് വെച്ചു. അങ്ങനെ ബീഫ് കറിക്കുള്ള മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് മസാല ഞാൻ ഇഷ്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ബീഫ് കുറച്ച് എടുത്തിട്ട് അതും ക്രഷ് ചെയ്തിട്ട് നല്ലപോലെ ഒരു മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സമൂസ ഷീറ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ 2 ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല ഇട്ടിട്ട് അങ്ങോട്ട് മടക്കി അങ്ങോട്ട് സെറ്റ് ചെയ്യുകയാണ്. പിന്നെയാണ് ഇതൊക്കെ കഴിച്ച് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണേ നമുക്കൊരു പപ്സ് പോലെയൊക്കെ സെറ്റ് ചെയ്തെടുക്കായിരുന്നല്ലോ എന്ന്. ആ മസാല ഇട്ടതിന് ശേഷം ബീഫൊന്നും ആഡ് ചെയ്യാതെ പുഴുങ്ങിയ മുട്ട വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എഗ് പപ്സ് പോലെ വിത്ത് സമൂസ ഷീറ്റ് ഉണ്ടേ സെറ്റായി കിട്ടിയതിന്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കാം. അങ്ങനെ ബീഫ് അതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വറപൊരികളിലോട്ട് പോകാം. അപ്പോൾ അതേ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ആദ്യം തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. നമ്മൾ ഇതുപോലെ സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്തുകൊണ്ട് എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് കഴിച്ച് കഴിയുമ്പോൾ അറിയാം. അപ്പം
ഫസ്റ്റ് തന്നെ ഞാൻ പഴംപൊരി ആക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇതിന് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ മസാലയുടെ ഒരു ചുവയൊക്കെ അതിനകത്ത് ഇനി പിടിക്കണ്ടല്ലോ എന്ന് കരുതി ആദ്യം തന്നെ ഞാൻ ആ പഴംപൊരി അങ്ങോട്ട് റെഡിയാക്കി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 3 വെച്ചിട്ട് നല്ലപോലെ എണ്ണയിലൊക്കെ ഇട്ട് മുരിഞ്ഞ് സെറ്റാക്കി എടുത്ത് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പഴംപൊരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ പണി അത് അങ്ങോട്ട് തീർന്നു. സമാധാനമായി അടുത്ത പണിയിലോട്ട് പോകുക. അങ്ങനെ പൊരി ഐറ്റംസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് എഗ്ഗ് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി. എന്തായാലും കുഴപ്പമില്ല, നല്ല മുരുമുരാന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോഴൊക്കെ ടേസ്റ്റ് ആയിരുന്നു. ചെറു ചൂടോടുകൂടി അങ്ങോട്ട് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഇനി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ കുറച്ച് മുന്തിരിയും തണ്ണിമത്തൻ, ആപ്പിൾ, ഈത്തപ്പഴം അങ്ങനെ എല്ലാം എടുത്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ടേബിളിൻ്റെ മണ്ടയിൽ. ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ല ഗീസ്. അപ്പോൾ ഇത് പത്തിരി ഉണ്ട്, തേങ്ങാപ്പാലുണ്ട്, ബീഫ് കറി ഉണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പൊരി ഐറ്റംസും എല്ലാം കൂടെ ആയിട്ട് ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി ടേബിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അല്ലെങ്കിൽ ഈ തല്ലിപ്പടക്കലാണ്. ഇനിയിപ്പോൾ ചായയും കൂടെ റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സമയം കിട്ടിയപ്പോൾ അതേ തണ്ണിമത്തനൊന്ന് ജ്യൂസാക്കിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് തണ്ണിമത്തൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ അതിൻ്റെ മുകളിലൂടെ വിതറിയിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ചായയും കൂടി ഇടണം. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം പണികളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പണികൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിളിൽ ഇങ്ങനെ ഭംഗിക്ക് നിരത്തി വെക്കൽ പരിപാടി കഴിഞ്ഞതേ ഉള്ളൂ. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ദേ ഒരു ലോഡ് പാത്രങ്ങൾ കിച്ചണിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈമിൽ ഇതുപോലെ അലങ്കോലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേബിളിൻ്റെ മണ്ടയിലെല്ലാം തന്നെ സെറ്റായി നിർത്തും. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാനിങ്ങനെ കൈഞ്ഞൊടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുന്ന പരിപാടി അങ്ങോട്ട് ഏറ്റെടുത്തു. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പണികളും പെട്ടെന്ന് തന്നെ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.